അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല ഉണക്കമാങ്ങ വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചിഞ്ചച്ചിലും മുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വെയിലത്ത് ഒരു 3-4 ദിവസം വെച്ച് ഉണക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഈ മാങ്ങ ഞാനൊരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചുകൊണ്ട് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇതുപോലെ ചെയ്തെടുക്കരുത് കേട്ടോ. കാരണം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു പച്ചച്ചവ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഒരു പച്ചച്ചോവ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ്ട് ചെയ്തെടുക്കാൻ. അത് കണ്ടില്ലേ, നമ്മൾ മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത്ര തന്നെ വിനാഗിരി ചേർക്കണ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടിയെടുക്കുമല്ലോ, ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ അധികം വാടി കിട്ടണ്ടെന്ന് കരുതിയിട്ടാണ് ഈ സമയത്ത് ചേർത്തിട്ടുള്ളത്. വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. എങ്കിലാണ് ആ മാങ്ങയിലൊക്കെ വിനാഗിരി നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഏകദേശം നമ്മൾ അച്ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ചൂടാറി വരുന്ന സമയത്ത് അച്ചാർ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അത് കണ്ടില്ലേ, ഇതേ തിക്നെസ്സിലാണ് നമുക്ക് അച്ചാർ വേണ്ടത്. അപ്പോൾ ഇത് ചൂട് കഞ്ഞീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഉണക്കമാങ്ങ വെച്ചിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണ സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തുഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.